ഹായ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഷവർമ മക്രോണിയാണ്. ഈസിയും ടേസ്റ്റിയുമാണ് ഈ മക്രോണി ഉണ്ടാക്കാൻ. ഒരു പാൻ എടുത്ത് അത് ചൂടായാൽ അതിലേക്ക് 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. മക്രോണി എടുക്കുന്നതിനനുസരിച്ച് വെള്ളത്തിൻ്റെയും ഇൻഗ്രീഡിയൻസിൻ്റെയും അളവ് കൂട്ടാം. ഇനി വെള്ളം നന്നായി ചൂടായാൽ അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഓയിൽ, 2 കപ്പ് മക്രോണി ഇതിലാണ് അളന്നെടുത്തത്. എല്ലാം കൂടി മിക്സാക്കി ഒരു 10 മിനിറ്റ് മൂടി വെച്ച് കൊടുക്കാം. പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു അരിപ്പയിലിട്ട് അരിച്ചെടുക്കാം. അരിപ്പയുടെ മുകളിൽ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കണം. അരിപ്പയിലിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് ചിക്കൻ ഫ്രൈ ആക്കി എടുക്കാം. എണ്ണ ഒഴിച്ച് ചൂടായാൽ ഉപ്പും മഞ്ഞളും കുരുമുളകും ഇട്ട് മിക്സാക്കി എടുത്ത ചിക്കനാണ്. 2 ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അരക്കപ്പ് കാബേജ്, ഒരു പഴുത്ത തക്കാളി, ഒരു വലിയ ഉള്ളി, 2 പച്ചമുളക്, 1/4 കപ്പ് കാബേജ്, കുറച്ച് മല്ലിയില, അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ, 2 വെളുത്തുള്ളി അല്ലി, 1 ടീസ്പൂൺ വിനീഗർ, 2 മുട്ട. എല്ലാം കൂടി നന്നായി മിക്സിയിലിട്ട് അരിച്ചെടുത്ത് മയോണൈസ് ഉണ്ടാക്കാം. മയോണൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നേരത്തെ വെള്ളം വാർത്തിയെടുത്ത മക്രോണി ഇല്ലേ, അതിലേക്ക് ഈ ഇൻഗ്രീഡിയൻസ് മൊത്തം ഇട്ട് കൊടുക്കാം. ആദ്യം കാബേജ് ഇടാം, തക്കാളി, ഉള്ളി, ക്യാരറ്റ്, ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതും ഇടാം. പിന്നെ കക്കിരിയില്ലേ, അതും ചെറിയ ചെറിയ പീസാക്കിയത് ഇടാം. എന്നിട്ട് മയോണൈസ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/4 കപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. വേണമെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പില്ലേ, അതും ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ കുരുമുളക് ക്രഷാക്കിയത്, 1 ടീസ്പൂൺ വിനീഗറും, പിന്നെ നേരത്തെ ഫ്രൈ ആക്കി എടുത്ത ചിക്കൻ ഇല്ലേ, അത് കൈകൊണ്ട് തന്നെ ചെറിയ ചെറിയ പീസാക്കി എടുത്തത്, ക്രഷാക്കരുത്. എല്ലാം കൂടി നന്നായി മിക്സാക്കി എടുക്കുക. ബിരിയാണിയുടെ കൂടെയും പാർട്ടികളിൽ വിളമ്പാനും ഒക്കെ ഇതൊരു നല്ല ഐറ്റമാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ മുകളിൽ മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ വളരെ ഈസിയും ടേസ്റ്റിയുമായ ഷവർമ മക്രോണി റെഡി ആയിട്ടുണ്ട്. അറിയാത്തവർ ട്രൈ ചെയ്ത് നോക്കണം. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.